ഹായ് ഫ്രണ്ട്സ്, വെറൈറ്റി ഹോം മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു ഫ്രിസി ഹെയറിനെ പറ്റിയ ഒരു ഹെയർ പാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഹെയർ പാക്ക് മിക്ക ആളുകൾക്കുമുള്ള ഒരു പ്രശ്നമാണ്. എൻ്റെ മുടി ഫ്രിസി ആയിട്ടിരിക്കുന്നു, എൻ്റെ മുടി ചകിരി പോലെയാണ്, എൻ്റെ മുടിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കര റഫാണ്, അങ്ങനെയൊക്കെയുള്ള ഭയങ്കര ബുദ്ധിമുട്ടുകളെല്ലാം മിക്ക ആളുകളും പറയുന്ന ഒരു പ്രശ്നമാണ്. അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യണം. നമുക്ക് ഇത് ഈ പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം. അലോവേറയാണ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വേണ്ടത്. ഇതൊന്ന് മുറിച്ചിട്ട് ഇതിനകത്തിലെ പൾപ്പെടുത്ത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. ഒരു ബൗളിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്യൂബിൽ കിട്ടുന്നത്, കടയിൽ നിന്ന് കിട്ടുന്ന അലോവേറ ജെൽ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാനിവിടെ ഉള്ളത് കൊണ്ട് ഈ ജെല്ല് ഉപയോഗിച്ചെന്നേ ഉള്ളൂ. ഇതിലോട്ട് നിങ്ങൾ ഏത് എണ്ണയാണോ തലയിൽ തേച്ച് കുളിക്കുന്നതിന് മുമ്പ് ഏത് എണ്ണയാണോ തേക്കുന്നത് ആ എണ്ണയിൽ ഒരു സ്പൂണ് ആ എണ്ണയിലോട്ട് ഒഴിക്കാം. ഇപ്പം ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ഈ എണ്ണ. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. കാണാൻ പറ്റുന്നത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് ആ ജെല്ലും എണ്ണയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. എന്നിട്ടൊന്ന് ബീറ്റ് ചെയ്യട്ടെ. ബീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെയാണ് ഇത് എൻ്റെ സ്കാൽപ്പിലോട്ട് തേക്കാൻ പോകുന്നത്. ഇത് ഈ ജെൽ ഫോമിൽ ഇരിക്കുന്നതുകൊണ്ട് കൈ കൊണ്ട് തന്നെ തേച്ച് പിടിപ്പിക്കുന്നതായിരിക്കും നല്ലത്. ഇങ്ങനെ ഓരോ പാർട്ടായിട്ട് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ തേച്ച് കൊടുക്കുക. നമ്മുടെ ഇത് ഡാൻഡ്രഫിനും നല്ലതാണ്. ഇത് ഈ നമ്മുടെ സ്കാൽപ്പൊക്കെ ഡ്രൈ ആയിട്ടിരിക്കുകയാണെങ്കിൽ ഈ അലോവേറ ജെല്ല് നമുക്ക് അതിനൊരു മാറ്റം ഉണ്ടാക്കും. നന്നായിട്ടൊന്ന് എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുക്കട്ടെ. ഞാൻ എൻ്റെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ജെല്ല് നമ്മുടെ മുടിയിൽ ഓരോ ഭാഗത്തായിട്ട് ഇങ്ങനെ മുടി ഇങ്ങനെ എടുത്തിട്ട് ഓരോന്നായിട്ട് തേച്ച് കൊടുക്കാം. നമ്മുടെ മുടിയിൽ ഫ്രിസി ഹെയർ എല്ലാം നന്നായിട്ട് മാറി നല്ലതാകാൻ വേണ്ടിയിട്ടാണിത്. ഇങ്ങനെ ഓരോ ഭാഗമായിട്ട് ഇങ്ങനെ എടുത്തൊന്ന് തേച്ച് കൊടുക്കാം. നന്നായിട്ട് മുടിയുടെ ഓരോ ഭാഗത്തും നന്നായിട്ട് എടുത്ത് തേച്ച് കൊടുക്കുക. നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പിൽ ആദ്യമേ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി മുടിയിലാണ് ഇപ്പം നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. ഇത് നിങ്ങളുടെ മുടിയുടെ ആവശ്യത്തിനനുസരിച്ച് ജെല്ലെടുക്കേണ്ടതാണ്. ഇത് നാച്ചുറലായിട്ട് ഉണ്ടെങ്കിൽ അലോവേറ അതെടുക്കുന്നതായിരിക്കും ഒന്നും കൂടെ നല്ലത്. അല്ലെങ്കിൽ നമുക്ക് ട്യൂബിൽ കിട്ടുന്ന ഏത് കമ്പനിയുടെ ആണോ ഏത് ബ്രാൻഡിൻ്റെ ആണോ ഉപയോഗിക്കാം. തേക്കട്ടെ. ഇത് എല്ലാം തേച്ച് നന്നായിട്ട് എല്ലാം ഓരോ മുടിയിൽ എത്തുന്നത് പോലെ അല്ല, ഇതൊരു നാച്ചുറലായിട്ടുള്ളൊരു കണ്ടീഷണർ കൂടെയാണ് ഈ അലോവേറ ജെൽ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നത്. ഇതാകുമ്പോൾ നമ്മൾ എണ്ണയും ജെല്ലും നമുക്ക് കണ്ടീഷണറിന് അതുമാകും. ഒന്ന് നന്നായിട്ട് അപ്ലൈ ചെയ്യണം. ഇത് അപ്ലൈ ചെയ്ത് ഒരു അരമണിക്കൂർ ഇങ്ങനെ വെച്ചിരിക്കണം. ഓൾറെഡി നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ നന്നായിട്ട് തേച്ച് എല്ലായിടത്തും നന്നായിട്ട് തേച്ചിട്ടുണ്ട്. തേച്ച് ഒരു അരമണിക്കൂർ നിൽക്കണം. അരമണിക്കൂർ നിന്നിട്ട് നമുക്കൊരു മൈൽഡ് ഷാമ്പൂ ഉപയോഗിച്ച് കഴുകി കളയാവുന്നതാണ്. മൈൽഡ് ഷാമ്പൂ ഇല്ലെങ്കിൽ ഒരു നാച്ചുറൽ ഷാമ്പൂ ആയാലും മതി, ഉപയോഗിച്ച് കഴുകി കളയാവുന്നതാണ്. ഇപ്പം തന്നെ നമുക്ക് ഈ തേക്കുമ്പം തന്നെ അറിയാം മുടിയിലൊരു സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് ആ ഒരു റഫ്നെസ് ഒക്കെ പോയി മുടിയെല്ലാം നല്ല സോഫ്റ്റ് ആകും. എന്തായാലും നിങ്ങൾ ഈ ഫ്രിസി ഹെയർ അങ്ങനെയൊക്കെ കംപ്ലൈൻ്റ് ഉള്ളവർക്ക് എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം ഒന്ന് പറയണം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. ഇനി
വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ ബൈ.